ഓണം എക്സാമിന് മക്കളെ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ പഠിച്ചു തുടങ്ങിയോ? ഞാൻ ചോദിക്കുന്ന ഈ ചോദ്യത്തിനുള്ള ഉത്തരം കറക്റ്റായിട്ട് ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അവസ്ഥ? ഈ രണ്ട് കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ പേര്, നിങ്ങൾ പഠിക്കുന്ന സ്കൂളും കൂടി ഒന്ന് ചേർത്ത് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരിടുന്ന രണ്ട് പ്രശ്നം എന്താ? ഒന്ന്, നിങ്ങൾക്ക് പഠിക്കാനായിട്ട് എന്തില്ല, ടൈമില്ല. രണ്ടാമത്, പഠിക്കാനായിട്ടൊരു മോട്ടിവേഷൻ കിട്ടുന്നില്ല സാറേ. ഈ രണ്ട് പ്രശ്നം നിങ്ങൾ നേരിടുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതിനുള്ള സൊല്യൂഷനുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. സോ വെൽക്കം ടു എജ്യൂപോഡ് ക്ലാസ് 8. ഇറ്റ്സ് മീ യുവർ നാഫി. എടാ, അപ്പോൾ രണ്ട് പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് ഉള്ളത്. ഒന്ന്, പഠിക്കാനായിട്ട് സമയമില്ല. രണ്ടാമത്തത്, മോട്ടിവേഷൻ ഇല്ല. അപ്പോൾ ഈ പഠിക്കാനില്ലാത്ത സമയമില്ല എന്ന് പറയുന്നത് ഈ ഒരു പ്രോപ്പർ പ്ലാൻ ഇല്ലാത്തതുകൊണ്ടാട്ടോ മക്കളെ. നിങ്ങൾക്ക് അടിപൊളി ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓരോ ദിവസവും എന്ത് ചെയ്യണം, എങ്ങനെയൊക്കെ പഠിക്കണം, എന്തൊക്കെ പഠിക്കണം എന്നുള്ളൊരു പ്ലാൻ നിങ്ങളുടെ കൈമിലുണ്ടെങ്കിൽ നിങ്ങളൊരു പേടിയും പേടിക്കേണ്ട. ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നിങ്ങൾ പഠിക്കാനായിട്ട് പ്ലാൻ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഏത് സമയത്താണ് പഠിക്കേണ്ടതെന്ന് അല്ലേ? അധികം നിങ്ങൾ പഠിക്കാൻ ഉപയോഗിക്കുന്ന സമയം ഏതായിരിക്കും? നൈറ്റ് ആയിരിക്കും. അപ്പോൾ രണ്ട് സമയം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ചൂസ് ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് രാവിലെ 5 to 7, നിങ്ങൾ നേരത്തെ എണീക്കുന്ന കുട്ടികളല്ല, നല്ല കുട്ടികളല്ല, നിങ്ങൾ രാവിലെ നേരത്തെ എണീറ്റ് 5 മണി മുതൽ എന്ത് ചെയ്യുക, ഒന്നുകിൽ പഠിച്ചു തുടങ്ങുക. അല്ലെങ്കിൽ രാത്രി 7 to 10 എന്നുള്ള സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. അപ്പോൾ രണ്ട് സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. ഒന്നെങ്കിൽ രാവിലെ 5 മുതൽ 7 വരെ, അല്ലെങ്കിൽ രാത്രി 7 മുതൽ 10 വരെ. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു സമയം ചൂസ് ചെയ്തിട്ട് മിനിമം 2 മണിക്കൂറെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് മാറ്റിവെക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ നിങ്ങൾക്ക് ഓണം എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങാനാവും. രണ്ടാമത് എന്താടാ, എവിടെ ഇരുന്നിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്? നിങ്ങൾ ഏറ്റവും നല്ലത് ഒരു സ്റ്റഡി റൂം അല്ലേ? നിങ്ങൾക്ക് എന്തായാലും റൂം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റഡി ടേബിളുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് ഇരുന്ന് തന്നെ പഠിക്കുക. അപ്പോൾ നിങ്ങൾ തിങ്കളാഴ്ച നിങ്ങളുടെ സ്റ്റഡി ടേബിളിൻ്റെ അടുത്ത് ഇരുന്ന് പഠിച്ചു, ചൊവ്വാഴ്ച അവിടെ ഇരുന്ന് പഠിച്ചു, ബുധനാഴ്ച അവിടെ ഇരുന്ന് പഠിച്ചാൽ വ്യാഴാഴ്ച എന്ത് നിങ്ങളുടെ മനസ്സിന് തോന്നും? ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ മനസ്സിൽ എങ്ങോട്ടേക്ക് പോകാൻ തോന്നും? ആ സ്റ്റഡി ടേബിളിൻ്റെ അടുത്ത് ഇരുന്നിട്ട് പഠിക്കാൻ തോന്നും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വരും. അപ്പോൾ സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് ഇരുന്ന് എന്ത് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക. ആൻഡ് ഹൗ, എങ്ങനെ പഠിക്കണം എന്നുള്ള ചോദ്യമാണ് നിങ്ങൾ ഏറ്റവും വലിയ പ്രശ്നമല്ലേ? എങ്ങനെയാണ് നമ്മൾ പഠിക്കാനിരിക്കുക? നിങ്ങൾ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി പോലെയുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾ അതിൽ പ്രോബ്ലംസ് കൂടുതലുണ്ടെങ്കിൽ ആ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കട്ടോ. നിങ്ങൾക്കറിയാം പ്രോബ്ലംസ് മാത്സിലൊക്കെ എന്താണ് കൂടുതലായിട്ട് പ്രോബ്ലംസ് അല്ല മക്കളുള്ളത്. ആ പ്രോബ്ലംസ് നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് പഠിക്കുക. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. പ്രോബ്ലംസ് എന്ത് ചെയ്യുക, ചെയ്ത് പഠിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ അങ്ങനെ പഠിക്കാം. ഇനി നമ്മുടെ ബയോളജിയും നമ്മുടെ സോഷ്യൽ സയൻസും ഒക്കെ എങ്ങനെ നിങ്ങൾ പഠിക്കേണ്ടത്? നിങ്ങൾ എന്ത് ചെയ്യുക? അപ്പോൾ സോഷ്യൽ സയൻസിൽ എന്ത് ചെയ്യാണ്, ഭൂമിയുടെ ആന്തരിക ഭാഗം അല്ലെങ്കിൽ ഇന്നർ പാർട്ട് ഓഫ് ദി എർത്തിനെ കുറിച്ച് നിങ്ങൾ പഠിക്കാൻ പോകുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം ആ പഠിക്കാൻ പോകുന്ന സാധനം നന്നായിട്ടൊന്ന് വായിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒന്ന് കാണാതെ ഒന്ന് മനസ്സിലാലോചിക്കുക. എന്നിട്ടൊന്ന് എന്ത് ചെയ്യുക, എഴുതി നോക്കുക. ഒരു പേപ്പറിൽ എന്ത് ചെയ്യുക, എഴുതി പഠിക്കുക. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നു, വായിക്കുന്നു, ഒന്ന് മനസ്സിൽ ആലോചിക്കുന്നു, എഴുതുന്നു, വായിക്കുന്നു, മനസ്സിലാലോചിക്കുന്നു, എഴുതുന്നു. ആ രീതിയിൽ സോഷ്യലും ബയോളജിയൊക്കെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എളുപ്പത്തിൽ ഓർമ്മയിൽ നിൽക്കില്ലേ? പലരുടെയും പ്രശ്നം എന്താ, പഠിച്ചതൊക്കെ മറന്നു പോകുന്നതാണ്. അപ്പോൾ മറക്കാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതി പഠിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ നിങ്ങൾ എഴുതി പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, മറന്ന് പോവില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ന് മുതൽ, നാളത്തേക്ക് മാറ്റിയില്ല, സ്റ്റാർട്ട് ഫ്രം ടുഡേ അല്ലേ? ഇന്ന് മുതൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു മക്കളെ? പഠിക്കാനായിരിക്കും തീരുമാനിക്കുന്നത്. നിങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ടത് എന്താ? ഏത് സമയത്ത് നിങ്ങൾ പഠിക്കണം. രണ്ടാമത് നിങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ട എവിടെ ഇരുന്ന് പഠിക്കണം എന്നുള്ളത്. അപ്പോൾ ഇത് രണ്ടും സെറ്റായി കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? മാത്സ്, ഫിസിക്സ് പോലെ സബ്ജക്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുക? പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. സോഷ്യൽ ബയോളജി ഒക്കെ ആണെങ്കിൽ ആദ്യം ഒന്ന് വായിച്ച് നോക്കുന്നു, വായിച്ച കാര്യം ഒന്ന് മനസ്സിൽ ആലോചിക്കുന്നു, എന്നിട്ട് ഒന്ന് എഴുതി നോക്കുന്നു. അങ്ങനെ ആ രീതിയിൽ പഠിക്കാൻ നിങ്ങൾ ഇപ്പം മുതൽ തീരുമാനിക്കും. ഒന്നും എന്ത് ചെയ്യരുത്, നാളേക്ക് മാറ്റി വെക്കരുത്. ലെറ്റ്സ് സ്റ്റാർട്ട് ഫ്രം ടുഡേ ഇറ്റ്സെൽഫ്. ശരിയാണോ? റെഡിയാണോ? ഓക്കെ ആണ്. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? പഠിക്കാനിരിക്കുന്നു. അങ്ങനെ പഠിക്കാനിരുന്ന ശേഷം നിങ്ങളിപ്പോൾ സോഷ്യൽ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ മാത്സിലൊരു പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? സെൽഫ് റിവാർഡ് ചെയ്യണം അല്ലേ? കാരണം മറ്റാർക്കും ചെയ്യാൻ പറ്റാത്ത മാത്സിലൊരു പ്രോബ്ലം നിങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ സോഷ്യൽ ക്രസ്റ്റ് അഥവാ ഭൂവൽക്കത്തെക്കുറിച്ച് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾ എന്തേ ചെയ്യേണ്ടത്? നിങ്ങളൊരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ, നിങ്ങളെ തന്നെ സെൽഫ് റിവാർഡ് ചെയ്യട്ടോ. യെസ്, എന്നെ കൊണ്ട് പറ്റും, ഐ ക്യാൻ, ഞാൻ സൂപ്പറാ, ഞാൻ പൊളിയാ. അങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ മക്കളെ ഒരു സെൽഫ് കോൺഫിഡൻസ് അഥവാ ഒരു ആത്മവിശ്വാസം വന്നിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാൻ പറ്റും. അപ്പോൾ എന്താ, സെൽഫ് റിവാർഡ് എന്നുള്ളത് ഭയങ്കരമാണ്. നിങ്ങൾ പഠിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ഒന്ന് ചുമലിൽ തട്ട്, അടിപൊളി, ഞാൻ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി, ഞാൻ സൂപ്പറാണ്, കാരണം ഞാൻ പ്രോബ്ലം ചെയ്ത് മാത്സിലെ. ആ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. പോസിറ്റീവായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, റെഡി?
ചിൽ. യെസ്, ബാക്കിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇനിയുള്ള ഓരോരോ വീഡിയോസിലായിട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു നോക്കട്ടോ. അതായത് സ്ഥിരമായിട്ടൊരു സമയം, ഒന്നെങ്കിൽ രാത്രി അല്ലെങ്കിൽ രാവിലെ 2 മണിക്കൂർ നിങ്ങൾ പഠിക്കാനായിട്ട് മാറ്റി വെക്കുക. സ്ഥിരമായിട്ട് ഒരു സ്ഥലത്തിരുന്ന് പഠിക്കുക. മാത്സ്, ഫിസിക്സ് ഒക്കെ പോലെ സബ്ജക്റ്റ് ആണെങ്കിൽ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. സോഷ്യൽ ബയോളജി ഒക്കെ ആണെങ്കിൽ ആദ്യം വായിക്കുന്നു, ആലോചിക്കുന്നു, എഴുതുന്നു. അങ്ങനെ ഏതൊരു സാധനം പഠിച്ചു കഴിഞ്ഞാലും ഏതൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സെൽഫ് റിവാർഡ് എന്നുള്ളത് എന്താടാ ഭയങ്കരമാണ് കേട്ടോ. അത് നിങ്ങൾ ചെയ്യണം. പഠിച്ചാൽ നിങ്ങൾ തന്നെ തോടുത്തട്ടെ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അമ്മയുടെ കയ്യിൽ ഒരു മുട്ടായി കൊടുത്തിട്ട് നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ അമ്മയോട് പറയാം, അമ്മയെ ഞാൻ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞിട്ടോ. അപ്പോൾ അമ്മയിൽ നിന്ന് എന്ത് ചെയ്യുക, നിങ്ങളെ മിഠായി വാങ്ങുക. അതൊക്കെ എന്താ നിങ്ങളുടെ ഉള്ളിൽ പോസിറ്റിവിറ്റി വളർത്തും. നിങ്ങൾ കൂടുതൽ സമയം എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ സെറ്റായിട്ട് മുന്നോട്ടേക്ക് പോവുക. ബാക്കിയുള്ളത് നമുക്ക് ഇനി മറ്റൊരു വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ പേടികളും ഓണം എക്സാമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം കേട്ടോ. വീണ്ടും കാണാം. അതുവരേക്കും ബൈ.